ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളമാണ്. ചെമ്പരത്തിപ്പൂ പറിച്ച് ഇത് പൂവുണ്ടായിട്ടാണ് ഒരു 5 പൂവേ കിട്ടിയിട്ട് അതുകൊണ്ടാണ് ലേശാക്കുന്നത്. ചെമ്പരത്തിപ്പൂ പറിച്ച് നല്ലപോലെ കഴുകി ഇതെല്ലാം അടുത്ത് നല്ലപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് തണിഞ്ഞ ശേഷം അത് അരിച്ചെടുക്കുക. കട്ടൻ ചായ കളറുണ്ടാവും. പിന്നെ മറ്റേ നിങ്ങൾക്ക് തണുപ്പിന് കുടിക്കണമെങ്കിൽ ഇത് രക്തശുദ്ധീകരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ്. ചുവന്ന ചെമ്പരത്തി, എല്ലാ കളർ ചെമ്പരത്തി ഉണ്ടല്ലോ, ചുവപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ചുവന്ന ചെമ്പരത്തി പൂവും ബീറ്റ്റൂട്ടും ചുവന്ന ചെമ്പരത്തിപ്പൂ ഒരു പാത്രത്തിലിട്ട് തിളക്കുന്ന വെള്ളം ഒഴിക്കുക. എന്നിട്ട് ബീറ്റ്റൂട്ടും കുറച്ച് പഞ്ചസാരയും തണുത്ത കട്ടി ഇട്ടിട്ട് അടിക്കുക. അടിച്ചിട്ട് അതിൽ ചെറുനാരങ്ങയും പിയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കുടിക്കുക. തണുത്ത കട്ടയിട്ടെങ്കിൽ തണുപ്പ് തന്നെ മതി, പാലൊന്നും വേണ്ട. ഇങ്ങനെ കുടിച്ചാൽ ഏറ്റവും നല്ല തണുപ്പിനും ശരീരത്തിന് ഉന്മേഷവും രക്തശുദ്ധീകരിക്കലെല്ലാം കിട്ടും. പിന്നെ വെറുങ്ങനെ നിത്യവും വേണമെങ്കിൽ ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചിട്ട് കുടിച്ചാൽ ഞങ്ങളെ രക്തശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ എനിക്ക് പൂ കുറച്ചായതുകൊണ്ട് ഇത്ര ആക്കിയിട്ടു. പിന്നെ എല്ലാം ഇതാക്കാനും സമയമില്ല. ഞാൻ ചക്ക വെക്കാൻ പോകുന്നു. ചക്ക ഒരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങ സമ്മന്തി അരക്കണം എല്ലാം ഉണ്ട്. മാങ്ങ ചട്ടിനി അടിപൊളിയാണ് എൻ്റെ ചട്ടിനി. അത് നീരുള്ളിയില്ലേ, ചുവന്നുള്ളി ചെറിയ ഉള്ളി അതും കൂട്ടണം. ചട്ടിനിയിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ അരക്കൽ. കുറച്ച് തേങ്ങയും മാങ്ങയും കുറച്ച് തേങ്ങ കൂട്ടാം മാങ്ങ കൂട്ടുന്നതിന്. അങ്ങനെ എല്ലാം കൂടി മാങ്ങ ചട്ടിനി അരച്ചാൽ ചക്കക്ക് അടിപൊളിയാണ്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. മാഷാ അല്ലാഹ്. ഇനി ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ മാസലാം.